വർഷം 1999. സ്ഥലം ലാഹോർ, പാകിസ്ഥാൻ. അന്ന് ഡെയിലി ജംഗ് എന്ന ന്യൂസ് പേപ്പർ ഓഫീസിലേക്ക് ഒരു ലെറ്റർ വരികയാണ്. ആ ലെറ്റർ വായിച്ച എഡിറ്റർ ആകെ ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. കാരണം അത്രയും കാലം മിസ്സിംഗ് കേസായിരുന്ന 100 കേസുകൾ മർഡർ കേസായി മാറിയ നിമിഷമായിരുന്നു അത്. അങ്ങനെ എന്തായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു കൊലപാതകയുടെ ഏറ്റുപറച്ചിലുകളായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ അയാൾ നടത്തിയ 100 കൊലപാതകങ്ങളുടെ വിവരങ്ങളായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. ആരായിരുന്നു ആ കൊലപാതകി? എന്തിനായിരുന്നു അയാൾ ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തത്? ഈ ചെറിയ കാലയളവിൽ ഇത്രയധികം കൊലപാതകങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് അയാളെ പോലീസ് പിടിക്കാതിരുന്നത്? വിശദമായി തന്നെ നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. ലാഹോറിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ 100-ലധികം കുട്ടികളെ കാണാതായിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ മിസ്സിങ്ങും പോലീസിൽ കംപ്ലൈന്റ് ആയി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൽ കൂടുതലും തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പലരും പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല. എന്നാൽ ആ മിസ്സായ കുട്ടികളെല്ലാം തന്നെ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. അന്ന് വന്ന ആ കത്തിൽ ആ കൊലപാതകങ്ങൾ നടത്തിയത് എങ്ങനെയാണെന്ന് വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അയാളെ അത്രയും കാലം പോലീസ് പിടിക്കാതിരുന്നതിന്റെ കാരണവും ആ കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കില്ലർ തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചതിനു ശേഷം അയാളുടെ കൈവശമുള്ള ചങ്ങല ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചായിരുന്നു കൊലപാതകങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആ പിഞ്ച് ശരീരം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ആ ശരീരത്തെ പല കഷ്ണങ്ങളാക്കി മുറിച്ചതിനു ശേഷം ആസിഡിൽ ലയിപ്പിച്ച് നാട്ടിലെ പല തോടുകളിലും പല പുഴകളിലും അയാൾ ഒഴുക്കി കളയുമായിരുന്നു. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട ഒരു കുട്ടിയുടെയും മൃതശരീരങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഇതെല്ലാം തന്നെ ആ കത്തിലുണ്ടായിരുന്നു. മാത്രമല്ല മറ്റൊന്നുകൂടി ആ കത്തിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ കത്ത് വായിക്കുന്ന സമയം ഞാൻ രവി റിവറിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും. എഡിറ്റർ എത്രയും പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. പോലീസ് വന്ന് ഈ കത്ത് പരിശോധിച്ചതിന് ശേഷം ആദ്യം ചെയ്യുന്നത് രവി റിവറിൽ പോയി അന്വേഷണം നടത്തുകയായിരുന്നു. അവിടെ വളരെ വിശദമായി തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ഡെഡ് ബോഡി ആ റിവറിൽ നിന്ന് പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചില്ല. ഇതുകൂടി ആയപ്പോൾ പോലീസിന് ഒരു കാര്യം ഉറപ്പായി, ആ കില്ലർ ആത്മഹത്യ ചെയ്തിട്ടില്ല. എന്നാൽ ഇത് വെറും ഒരു കത്തായി തള്ളിക്കളയാൻ പോലീസിന് സാധിക്കില്ലായിരുന്നു. കാരണം അത്തരത്തിൽ ഒരുപാട് കുട്ടികൾ മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് നല്ലൊരു ടീമിനെ ഫോം ചെയ്ത് ഈ കത്തിന്റെ ഉറവിടം അന്വേഷിക്കാൻ ആരംഭിക്കും. അധികം വൈകാതെ തന്നെ ആ പോലീസ് ടീം ഈ കില്ലറിന്റെ എല്ലാ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് ആ കില്ലറിന്റെ വീട്ടിലേക്ക് എത്തും. ആ കില്ലറിന്റെ വീട്ടിൽ ആരും തന്നെ താമസമുണ്ടായിരുന്നില്ല. പോലീസ് ഉടനെ തന്നെ ആ വീട്ടിൽ കയറി പരിശോധന നടത്തുവാൻ ആരംഭിച്ചു. ആ വീട്ടിലേക്ക് കയറിയതും പോലീസിന് അനുഭവപ്പെട്ടത് വളരെ ബാഡ് സ്മെല്ലായിരുന്നു. മാത്രമല്ല ഒരു പ്രത്യേക റൂമിൽ നിന്നാണ് ആ ബാഡ് സ്മെല്ല് വരുന്നത് എന്ന് പോലീസ് നോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പോലീസ് നേരെ ആ റൂം തുറന്ന് പരിശോധിക്കുവാനായി പോകുന്നുണ്ട്. ആ റൂം തുറന്നതും പല പോലീസുകാരും വൊമിറ്റ് ചെയ്യുക വരെയുണ്ടായി. കാരണം അത്രയേറെ ഭയാനകവും രക്തം തണുപ്പിക്കുന്നതുമായ കാഴ്ചകളായിരുന്നു പോലീസിനെയും കാത്ത് ആ റൂമിലുണ്ടായിരുന്നത്. ആ റൂമിൽ പലയിടത്തായി രക്തം കട്ട പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല റൂമിന്റെ ചുമരിലാകെ രക്തം തെറിച്ച പാടുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ആ റൂമിന് നടുവിലായി ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് കുട്ടികളുടെ ഫോട്ടോസും. ആ ഫോട്ടോസ് എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ഫോട്ടോയ്ക്ക് പുറകിലായി ആ കുട്ടികളുടെ പേരും വിവരങ്ങളും ആ കില്ലർ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പല കുട്ടികളുടെയും വിവരങ്ങൾ ആ ഫോട്ടോസിലുണ്ടായിരുന്നു. ആ കുട്ടികളെല്ലാം തന്നെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പോലീസ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പോലീസ് ആ റൂമിന്റെ ഒരു ഭാഗത്തായി 2 വാച്ച് ടാങ്കുകൾ ഇരിക്കുന്നത് കാണുന്നത്. ആ കത്തിലെ ഓരോ വരിയും പോലീസുകാരുടെ മനസ്സിലൂടെ കടന്നുപോയി. ആ വാച്ച് ടാങ്കിന്റെ അടപ്പ് തുറന്ന് പരിശോധിച്ച പോലീസ് ആകെ ഞെട്ടിത്തെരിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം അതിലുണ്ടായിരുന്നത് ഒരു കുട്ടിയുടെ പകുതി അഴുകിയ നിലയിലുള്ള മൃതശരീരങ്ങളുടെ ഭാഗങ്ങളായിരുന്നു. ഉടനെ തന്നെ പോലീസിന്റെ ഫോറൻസിക് ടീം അവിടെ വരുന്നുണ്ട്. അവർ വിശദമായി തന്നെ അവിടുന്ന് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പോലീസ് ആ കാര്യം പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ആ കത്തിലെഴുതിയ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ്. ആ കൊലപാതകങ്ങൾ അത്രയും നടത്തിയ സൈക്കോ കില്ലറിന്റെ പേര് ജാവേദ് ഇക്ബാൽ മുഗൾ എന്നായിരുന്നു. ജാവേദ് ഇക്ബാലിനെ കണ്ടുപിടിക്കാനായി പോലീസ് വളരെ ശക്തമായി തന്നെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അയാളെ കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചില്ല. പക്ഷേ 1999
ഡിസംബർ 30 അയാൾ സ്വമേധയാ വന്ന് കീഴടങ്ങും. എന്നാൽ അയാൾ വന്നത് പോലീസ് സ്റ്റേഷനിലായിരുന്നില്ല. അയാൾ കത്തയച്ച അതേ ഡെയിലി ജഗ് എന്ന പത്രം ഓഫീസിലായിരുന്നു. ഇയാൾ വന്ന് കീഴടങ്ങിയതും പത്രം ഓഫീസിൽ നിന്ന് പോലീസിനെ വിവരമറിയിക്കുന്നുണ്ട്. പോലീസ് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജാവേദ് ഇക്ബാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാൻ തയ്യാറായിരുന്നില്ല. കാരണം അയാൾ പറഞ്ഞത്, എന്നെ പോലീസ് കണ്ടുപിടിച്ചതല്ല, ഞാൻ സ്വമേധയാ വന്ന് കീഴടങ്ങിയതാണ്, ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുവാനാണ് വന്നത്, അതുകൊണ്ട് തന്നെ അത് പറഞ്ഞതിനു ശേഷം മാത്രമേ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയുള്ളൂ എന്നായിരുന്നു. പോലീസിനും വളരെയേറെ സമ്മർദ്ദം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ പത്രം ഓഫീസിൽ വെച്ച് ഇക്ബാലിനെ ചോദ്യം ചെയ്യുവാൻ ആരംഭിക്കുന്നു. ആ ചോദ്യം ചെയ്യലിനിടയ്ക്ക് ഇക്ബാൽ തന്റെ ബാഗിൽ നിന്നും ഒരു ഡയറി എടുത്ത് പോലീസിന് കൊടുക്കുന്നുണ്ട്. അതിൽ അയാൾ നടത്തിയ കൊലപാതകങ്ങളെല്ലാം ഒരു ചിത്രമായി വരച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ജാവേദ് ഇക്ബാൽ വളരെ അഹങ്കാരത്തോടെയും വളരെ അഭിമാനത്തോടെയുമായിരുന്നു ആ ഡയറി പോലീസിനെ കാണിച്ചത്. ജാവേദ് ഇക്ബാലിന്റെ എല്ലാ വിവരങ്ങളും പോലീസ് കണ്ടുപിടിക്കുന്നുണ്ട്. അത് ഇങ്ങനെയായിരുന്നു. 1961 മുഹമ്മദ് അലി മുഗളിന്റെ 6ാമത്തെ മകനായിട്ടായിരുന്നു ജാവേദ് ഇക്ബാൽ മുഗൾ ജനിച്ചത്. ലാഹോറിലെ തന്നെ വളരെ സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു മുഹമ്മദ് അലി മുഗളിന്റേത്. അതുകൊണ്ട് തന്നെ ജാവേദ് ഇക്ബാൽ മുഗൾ വളരെ സൗഭാഗ്യത്തോടെയായിരുന്നു വളർന്നത്. അയാൾക്ക് ആവശ്യമുള്ളതിലും ഇരട്ടി അനുഭവിച്ചിട്ടായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസത്തിനും ശേഷം ജാവേദ് ഇക്ബാൽ മുഗൾ അവരുടെ മാതാപിതാക്കളോട് എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട ജാവേദ് ഇക്ബാലിന്റെ പാരന്റ്സ് ഇത്ര ചെറുപ്പത്തിലെ മകന് ഉയരണമെന്ന ആഗ്രഹം വന്നതിൽ അതിയായി സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാവേദ് ഇക്ബാലിന്റെ ഫാദർ അയാൾക്ക് ഒരു സ്റ്റീൽ മാനുഫാക്ചറിംഗ് കമ്പനി നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ കമ്പനിക്ക് അടുത്തായി ഒരു വില്ലയും ജാവേദ് ഇക്ബാലിന് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്നായിരുന്നു പ്രശ്നങ്ങളുടെ ആരംഭം. ജാവേദ് ഇക്ബാൽ മുഗൾ ഒരു ഹോമോസെക്സ് ആയിരുന്നു. അയാൾക്ക് സ്വതന്ത്രമായി ഇത്തരം ചെയ്തികൾ ചെയ്യുവാനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു പുതിയ ബിസിനസ് ആശയം അയാൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ജാവേദ് ഇക്ബാലിന്റെ പാരന്റ്സ് അയാൾക്കൊരു വില്ല കൂടി വെച്ചു കൊടുത്ത് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. വില്ലയിലേക്ക് താമസം മാറിയ ജാവേദ് ഇക്ബാൽ അയാളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ മക്കളോട് വളരെ സൗമ്യമായും വളരെ ഫ്രണ്ട്ലിയായും സംസാരിച്ച് അവരുടെ വിശ്വാസം നേടിയെടുക്കും. ഒപ്പം അവർക്ക് വേണ്ട എല്ലാതും വാങ്ങിക്കൊടുത്ത് അവരുടെ സ്നേഹം പിടിച്ചു പറ്റുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ കുട്ടികളെ അവരുടെ വില്ലയിൽ കൊണ്ടുപോയി ഇയാൾ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഇത്തരത്തിൽ കൊണ്ടുപോയ പയ്യനെ പീഡിപ്പിക്കുന്നതിനിടയ്ക്ക് ആ പയ്യൻ മരിച്ചു പോകുന്നു. ഇത് കണ്ട് ടെൻഷനായ ജാവേദ് ഇക്ബാൽ ആ ക്രൈം മറയ്ക്കുവാനായി ആ മൃതശരീരം പല കഷ്ണങ്ങളായി മുറിച്ച് സ്റ്റീൽ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന ആസിഡിൽ ലയിപ്പിച്ചു കളയുന്നു. 2 ദിവസത്തിനു ശേഷവും തന്റെ മകൻ തിരിച്ചു വരുന്നില്ല എന്ന് കണ്ട പാരന്റ്സ് ജാവേദ് ഇക്ബാലിന്റെ വില്ലയിൽ പോയി അന്വേഷിക്കുന്നു. അപ്പോൾ ജാവേദ് ഇക്ബാൽ പറഞ്ഞത് അവൻ അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു വന്നു എന്നായിരുന്നു. ഇത് കേട്ട് പരിഭ്രമിച്ച പാരന്റ്സ് നേരെ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പോലീസും തന്നെ അവരുടെ കഴിവിന്റെ പരമാവധി അന്വേഷിച്ചിട്ടും കുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ആ കുട്ടി ആസിഡിൽ ലയിച്ചു ചേർന്ന് ഏതോ പുഴയിൽ ഒഴുകിപ്പോയ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ആ പയ്യൻ അവസാനമായി ഉണ്ടായിരുന്നത് ജാവേദ് ഇക്ബാലിന്റെ കൂടെയായിരുന്നു എന്ന കാരണത്താൽ ജാവേദ് ഇക്ബാലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ആ കുട്ടിയുടെ മൃതശരീരം കണ്ടുപിടിച്ചില്ല എന്ന കാരണത്താൽ കോടതി ജാവേദ് ഇക്ബാലിന് വലിയ ശിക്ഷകളൊന്നും വിധിച്ചില്ല. അയാൾക്ക് 6 മാസം തടവ് ശിക്ഷ മാത്രമാണ് വിധിച്ചത്. എന്നാൽ ജാവേദ് ഇക്ബാലിന്റെ പാരന്റ്സ് അവരുടെ പവറും സമ്പത്തും ഉപയോഗിച്ച് ഈ ശിക്ഷയിൽ ഇളവ് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയത്തിനുള്ളിൽ തന്നെ ജാവേദ് ഇക്ബാലിന്റെ അമ്മ തന്റെ മകന് ഇത്തരത്തിൽ ഒരു ദുർവിധി വന്നല്ലോ എന്ന് ഓർത്ത് കരഞ്ഞു കരഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ തന്റെ മകന്റെ കറുത്ത കൈകൾ ഉണ്ടായിരുന്നു എന്ന്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്ന ഇക്ബാലിനെ വരവേറ്റത് തന്റെ മാതാവില്ലാത്ത വീടായിരുന്നു. ഈ സിസ്റ്റമാണ് തന്റെ മാതാവിന്റെ മരണത്തിന് കാരണമെന്ന് അയാൾ അടിയുറച്ച് വിശ്വസിച്ചു. മാത്രമല്ല തന്റെ മാതാവ് കരഞ്ഞതുപോലെ 100 മാതാപിതാക്കളെ കരയിക്കുമെന്ന് കൂടി അയാൾ ശപഥം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇനി മുതൽ ഇതായിരിക്കും എന്റെ സന്തോഷം എന്ന് കൂടി അയാൾ കരുതുന്നുണ്ട്. അങ്ങനെ അയാൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അയാൾക്ക് വേണ്ടിയിരുന്നത് 13നും 17നും വയസ്സിനിടയിലുള്ള കുട്ടികളെയായിരുന്നു. അവരെ ആകർഷിക്കാനായി അയാൾ തുടങ്ങിയത് ഒരു വീഡിയോ ഗെയിം സെന്റർ ആയിരുന്നു. ആ വീഡിയോ ഗെയിം കളിക്കാൻ വരുന്ന കുട്ടികളെ ആയിരുന്നു അയാൾ കൊല ചെയ്തിരുന്നത്. ആ കുട്ടികളെ തെരഞ്ഞെടുത്തിരുന്നത് ഇങ്ങനെയായിരുന്നു. ജാവേദ് ഇക്ബാൽ മുഗൾ കുട്ടികൾ വരുന്ന സമയത്ത് തറയിൽ ഒരു 100 രൂപ നോട്ട് ഇടുമായിരുന്നു. ഈ നോട്ട് കാണുന്ന ഏതെങ്കിലും ഒരു കുട്ടി ആ നോട്ട് എടുത്ത് മറച്ചു വെക്കുകയാണ്, പ്രത്യേകം നോട്ട് ചെയ്യുമായിരുന്നു. അതിനുശേഷം എന്റെ ടേബിളിൽ വെച്ചിരുന്ന പൈസ കാണാനില്ല എന്ന് പറഞ്ഞ് ഓരോ കുട്ടികളെയും അയാൾ പരിശോധിക്കുമായിരുന്നു. അങ്ങനെ ഈ കാശ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കുട്ടിയെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു.
അതിനുശേഷം ഈ കുട്ടിയെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി ഞാൻ പറയുന്നത് പോലെ ചെയ്തിട്ടില്ലെങ്കിൽ മോഷണ കുറ്റത്തിന് നിന്നെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുമെന്ന് ആ കുട്ടിയെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പേടിച്ചുപോയ കുട്ടികൾ അയാൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുമായിരുന്നു. ഈ കുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചതിനു ശേഷം അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി ചങ്ങല ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുമായിരുന്നു. അതിനുശേഷം ഈ കുട്ടികളെ കഷ്ണങ്ങളായി മുറിച്ച് ആസിഡിൽ ലയിപ്പിച്ചതിനു ശേഷം ആ നാട്ടിലെ തന്നെ പുഴകളിലും നദികളിലും തോടുകളിലും ഇയാൾ ഒഴുക്കി കളയുമായിരുന്നു. ഇത്രയും പറഞ്ഞതിനു ശേഷം അയാൾ പോലീസിനെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ കൈവശമുള്ള തെളിവുകളെല്ലാം തന്നെ ഞാൻ തന്നെ തന്നതാണ്, അല്ലാതെ നിങ്ങളൊന്നും കണ്ടുപിടിച്ചതല്ല. ഞാനിപ്പോൾ ഇത് തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേസുകളെല്ലാം തന്നെ വെറും മിസ്സിംഗ് കേസായി തുടരുമായിരുന്നു. മാത്രമല്ല വേണമെങ്കിൽ എനിക്ക് 500 കൊലപാതകങ്ങൾ വരെ വളരെ ഈസിയായി ചെയ്യാൻ സാധിക്കും. എന്നാൽ ഞാൻ ശപഥം ചെയ്തിട്ടുള്ളത് 100 കൊലപാതകങ്ങൾ ചെയ്യുമെന്ന് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് തുറന്നു പറയുന്നത്. മാത്രമല്ല ഞാനിത് തുറന്നു പറയുവാനുള്ള കാരണം ഞാൻ എങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്ന് എല്ലാവരും അറിയണം എന്ന കാരണം കൊണ്ടാണ്. ഈ തുറന്നു പറച്ചിലുകൾക്കൊടുവിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം അയാളെ സഹായിച്ച മുഹമ്മദ് സാബിർ, മുഹമ്മദ് നബീം, സാജിദ് മുഹമ്മദ് എന്നിവരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവരുടെ പ്രായം 13നും 17നും വയസ്സിനിടയിലായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ മുഹമ്മദ് ഇക്ബാൽ മുഗളിനോട് വിചാരണയ്ക്ക് ശേഷം ജഡ്ജി ചോദിക്കുകയുണ്ടായി, ഈ പറയുന്ന കുറ്റങ്ങളെല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന്. ഇത് കേട്ട ഇക്ബാൽ പറഞ്ഞത് എല്ലാ കൊലപാതകങ്ങളും ചെയ്തത് ഞാൻ തന്നെയാണ് എന്നായിരുന്നു. ഇത് പറയുന്നത് അയാൾ വളരെ അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയുമായിരുന്നു. ഇത് കണ്ട കോടതി ഇയാളെ പുറത്തുവിട്ടാൽ വളരെ വലിയ അപകടമാണെന്ന് മനസ്സിലാക്കി കോടതി വിധി പ്രസ്താവിക്കുന്നു. കോടതി വിധി കേട്ടതും പബ്ലിക്കും ഈ മരിച്ചുപോയ 100 കുട്ടികളുടെ പാരന്റ്സും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ ഈ വിധി കേട്ട ജാവേദ് ഇക്ബാലും അവരുടെ പാരന്റ്സും ആകെ ഞെട്ടിത്തിരിച്ചു പോവുകയാണ് ചെയ്തത്. നിങ്ങളിപ്പോൾ ഊഹിച്ചിട്ടുണ്ടാകും വധശിക്ഷയായിരിക്കും ജാവേദ് ഇക്ബാലിന് വിധിച്ചതെന്ന്. തീർച്ചയായിട്ടും വധശിക്ഷയായിരുന്നു ജാവേദ് ഇക്ബാലിന് വിധിച്ചത്. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അത് ഇത്തരത്തിലായിരുന്നു, പബ്ലിക്കിന്റെയും ആ 100 പാരന്റ്സിന്റെയും മുന്നിൽ വെച്ചിട്ട് വേണം ജാവേദ് ഇക്ബാൽ മുഗളിന്റെ വധശിക്ഷ നടപ്പിലാക്കുവാൻ. മാത്രമല്ല അയാൾ ആ 100 കുട്ടികളെ കൊല്ലാൻ ഉപയോഗിച്ച അതേ ഇരുമ്പ് ചങ്ങല ഉപയോഗിച്ചിട്ട് വേണം ജാവേദ് ഇക്ബാലിന്റെ വധശിക്ഷ നടപ്പിലാക്കുവാൻ. അതിനുശേഷം അയാളെ 100 കഷ്ണങ്ങളാക്കി മുറിച്ച് ആസിഡിൽ ലയിപ്പിച്ചതിനു ശേഷം നദികളിലും ഓടകളിലും പുഴകളിലും ഒഴുക്കിക്കളയണം. ഇതായിരുന്നു കോടതി വിധി ഉണ്ടായിരുന്നത്. ഈ വിധിക്കെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യത്വരഹിതമാണ് ഈ വിധി എന്ന് പറഞ്ഞ് ഒരുപാട് പേർ കോടതിക്കെതിരെ സംസാരിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഈ വിധിക്ക് കാത്തു നിൽക്കാതെ ജാവേദ് ഇക്ബാൽ മുഗൾ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജാവേദ് ഇക്ബാൽ മുഗളിന് കോടതി വിധിച്ച ആ ശിക്ഷ ശരിയായിരുന്നു? ഓക്കെ ബ്രോസ്, ഈ സംഭവം ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ.